Respected teachers and my dear friends, a warm welcome to my seminar section. My topic is about policies and programs for educating exceptional children, government initiatives and NGOs. So let's move on to the seminar. So first we will look upon what are exceptional children. ആരാണ് എക്സെപ്ഷണൽ ചിൽഡ്രൻ? നമുക്കറിയാം നോർമൽ ചിൽഡ്രൻ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം, അതിപ്പം മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി എന്തെങ്കിലും ഒരു ഡീവിയേഷൻ നോർമൽ ചിൽഡ്രനിൽ നിന്ന് കാണുകയാണെങ്കിൽ ആ വിഭാഗം ഉള്ള ആ കുട്ടികളെയാണ് നമ്മൾ എക്സെപ്ഷണലായിട്ട് കണക്കുകൂട്ടുന്നത്. അവരെയാണ് നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവർ എക്സെപ്ഷണൽ ആയതുകൊണ്ട് തന്നെ അവരുടെ കപ്പാസിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട നീഡ്സും റിക്വയർമെൻറ്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ആ ഒരു ഊന്നൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് പലതരത്തിലുള്ള പോളിസീസും പ്രോഗ്രാംസും അവർക്ക് വേണ്ടി നടത്തപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. അപ്പം അതിനകത്തെ മേജറായിട്ടുള്ള കുറച്ച് പോളിസീസും പ്രോഗ്രാംസും ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാം. First one is National Policy on Education 1986. The National Policy of Education 1986 അതേപോലെ തന്നെ The Program of Action 1992 ഇത് രണ്ടും കൊണ്ടുവന്നത് തന്നെ എഡ്യൂക്കേഷൻ എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ. അപ്പം അതേപോലെ തന്നെ നോർമൽ കുട്ടികൾ പോലെ തന്നെ ഈ എക്സെപ്ഷണൽ ചിൽഡ്രനെയും അവരോടൊപ്പം തന്നെ ഈക്വലായിട്ടുള്ള ഒരു ഈക്വൽ പാർട്ട്നേഴ്സായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് നാഷണൽ പോളിസി പറയുന്നത്. അപ്പം അവർക്ക് ആ ഒരു എക്സെപ്ഷൻ ചിൽഡ്രനിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ലൈഫ് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, കറേജ്, ഇതൊക്കെ ഈ ഒരു എഡ്യൂക്കേഷനിൽ കൂടി അവർക്ക് കൊടുക്കണം എന്നാണ് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സെയ്ഡ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, അതായത് ഒരു ഓട്ടോണമസ് രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്. 1989 അത് രൂപം കൊണ്ടത്. അവരുടെ കീഴിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയതാണ് സീഡ് എന്ന് പറയുന്നത്. ഈ സീഡിൻ്റെ കീഴിൽ ഈ എക്സെപ്ഷണൽ ചിൽഡ്രന് വേണ്ട സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി കോഴ്സസ്, അതേപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സസ്, ഇതൊക്കെ ഈ സീഡിൻ്റെ കീഴിൽ ഈ ഒരു NIOS സ്കീം അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ കൊടുക്കുമ്പോൾ തന്നെ അവരെ ഒരു വൊക്കേഷണലി കുറച്ചൊന്ന് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനും ഒരു സ്വയം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സീഡ് പ്രവർത്തിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ സീഡ് എക്സെപ്ഷൻ ചിൽഡ്രന് വേണ്ടിയുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2002. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഫലമായിട്ട് എല്ലാ കുട്ടികൾക്കും, അത് ഡിസേബിൾഡ് ആണോ അത് നോർമലാണോ എന്നൊന്നും തരംതിരിവില്ലാതെ എല്ലാ കുട്ടികൾക്കും 6 to 14 ഏജസിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് അവരുടെ റൈറ്റ് ആണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സോ കമ്പൽസറി ആയിട്ട് എന്ന് അവർ പറയുമ്പോൾ തന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു ക്യാപിറ്റേഷൻ ഫീസോ ഒന്നും തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് മേടിക്കരുത് എന്ന് പറയുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ ഒരു കമ്പൽസറി റൈറ്റായിട്ട് ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബോത്ത് ഫോർ നോർമൽ ചിൽഡ്രൻ ആൻഡ് എക്സെപ്ഷൻ ചിൽഡ്രൻ. ദെൻ നെക്സ്റ്റ് ഈസ് സർവശിക്ഷ അഭിയാൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. 6 to 14 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള എല്ലാ ചിൽഡ്രനെയും നമ്മൾ ഡ്രോപ്പ് ഔട്ട്സ് ഒന്നും ഇല്ലാതെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സർവശിക്ഷ അഭിയാൻ ആരംഭിച്ചത്. അപ്പം അതിനകത്തും ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെയും അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് CWSN എന്നാണ് അവരെ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഫങ്ഷൻ ആൻഡ് ഫോർമൽ അസസ്മെൻറ്റ്, ദെൻ സപ്പോർട്ടീവ് സർവീസസ്, ടീച്ചർ ട്രെയിനിങ്, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാന്, പാരൻ്റൽ ട്രെയിനിങ്, മോണിറ്ററിങ്, ഇവാലുവേഷന്, റിസർച്ച്, അതേപോലെ സ്റ്റൈഫൻസ്, ഇതൊക്കെ അവർ ഈ സർവശിക്ഷ അഭിയാൻ എന്ന പ്രോഗ്രാമിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ്
നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു പോളിസിയായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫ്, അതായത് എല്ലാ ഔട്ട് ഓഫ് സ്കൂളിലും അതേപോലെ തന്നെ സ്കൂളിനകത്തും പുറത്തും ഒരേപോലെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്താണ് ചിൽഡ്രനെ എങ്ങനെ നമുക്ക് ഈ ഒരു ലൈഫിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അവരെ എങ്ങനെ ഈ ലൈഫിലേക്ക് ഫേസ് ചെയ്യാം. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ്, അതായത് നമുക്കറിയാം കുറേ വിഭാഗക്കാരെ ഇങ്ങനെ തരം താഴ്ത്തി അല്ലെ മാർജിനലൈസ്ഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ അവരെ കൂടി എങ്ങനെ ഒരു മുൻപന്തിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് ഈ എക്സെപ്ഷൻ ചിൽഡ്രൻ എന്ന് പറയുന്നതും ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവരെ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ചേർക്കാൻ വേണ്ട പല പദ്ധതികളും ഇതിൻ്റെ കീഴിൽ കൂടി നടത്തപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 1995. ഈ ഒരു ആക്ട് കൊണ്ടുവന്നത് തന്നെ സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടിയുള്ള, എന്നാൽ അവർക്കും നോർമൽ ചിൽഡ്രനെ പോലെ തന്നെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടി അല്ല റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് റിസർവേഷൻ ആൻഡ് റീഹാബിറ്റലേഷൻ ഓഫ് ഡിസേബിൾഡ് പേഴ്സൺസ്, അതായത് അവരെ എങ്ങനെ റീഹാബിറ്റലൈസ് ചെയ്യാം, അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കാം, അവർക്ക് എന്ത് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാം, അവരുടെ എഡ്യൂക്കേഷൻ അതെല്ലാം തന്നെ നോർമൽ ചിൽഡ്രനെ പോലെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 1995. ദെൻ നെക്സ്റ്റ് ഈസ് ന്യൂ എഡ്യൂക്കേഷൻ ഡ്രാഫ്റ്റ് പോളിസി 2016. ഈ ഒരു ഡ്രാഫ്റ്റ് പോളിസി ഈ സ്പെഷ്യൽ നീഡ്സിലുള്ള ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതായത് CWSN ആണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്പെഷ്യൽ എംഫസൈസസ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ടിംഗ് ഓഫ് ടീച്ചേഴ്സ് ഫോർ സ്പെഷ്യൽ സ്കൂൾസ്, അതായത് സ്പെഷ്യൽ സ്കൂൾസ് തുടങ്ങിയും. അപ്പോൾ സ്പെഷ്യൽ സ്കൂൾസ് ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കുട്ടികളായിരിക്കുമല്ലോ, ചിലപ്പം പല തരത്തിലുള്ള ഡിസബിലിറ്റീസ് കാണും, ഹിയറിംഗ് ഇംബാലൻസ് കാണും, സ്പീച്ച് ഇംബാലൻസ് കാണും, ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് കാണും. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളുള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് ഈ ടീച്ചേഴ്സിനും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അവരെ റിക്രൂട്ട് ചെയ്യുക, ഈ സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, അതേപോലെ ഇൻക്ലൂസീവ് ക്ലാസ് റൂം കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ ഡ്രാഫ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ടാണ് സമഗ്ര ശിക്ഷ ലോഞ്ച് ചെയ്തേക്കുന്നത് 2018-19 ആണ്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സ്കീമായിട്ട് MHRD, അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സമഗ്ര ശിക്ഷ കൊണ്ടുവന്നിരിക്കുന്നത്. RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഭാഗമായിട്ടാണിത്. ഇതിൻ്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസസ്മെൻറ്റ്, പ്രൊവിഷൻ ഓഫ് എയ്ഡ്സ്, അപ്ലയൻസസ് ആൻഡ് അസിസ്റ്റീവ് ഡിവൈസസ്, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, ICT റിസോഴ്സസ്, ട്രാൻസ്പോർട്ടേഷൻ, ദെൻ സ്റ്റൈഫൻ ഫോർ ഓൾ ഗേൾസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതായത് സ്പെഷ്യൽ നീഡ്സ് വേണ്ട ചിൽഡ്രനെ കൂടെ നമ്മുടെ സാധാരണ നോർമൽ ചിൽഡ്രനിലേക്ക് കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അപ്പോൾ അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ സമഗ്ര ശിക്ഷയുടെ കീഴിൽ കൂടി അവർ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും എയ്ഡ്സ് വേണമെങ്കിൽ അത് കൊടുക്കുക, അപ്പം സ്റ്റൈഫൻസ് ഫണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് വേണ്ട ഫണ്ട് അനുവദിക്കുക. ഇതൊക്കെ ഈ സമഗ്ര ശിക്ഷാ പോളിസിയുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അല്ലെങ്കിൽ ദിവ്യജ്ഞാൻ എന്ന് പറയും. ഈ ദിവ്യജ്ഞാൻ എന്ന് പറയുന്നത് കൂടുതലും സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ സോഷ്യൽ ഇൻഷുറൻസിനെ വേണ്ടി ആ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെ കൂടുതലൂടെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിവ്യജ്ഞാൻ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയത്. അതിനകത്ത് മെയിൻലി അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ റെയിൽവേ കൺസെഷൻസ്, അതേപോലെ ഒത്തിരി ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതുവഴിയെല്ലാം ഈ ഒരു ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് ആകുകയും അവർ നോർമൽ ലൈഫ് ഈ ഒരു നമ്മുടെ നോർമൽ ചിൽഡ്രൻ്റെ പോലെ തന്നെ നയിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദിവ്യജ്ഞാൻ നടത്തപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ്
അസസബിൾ ഇന്ത്യ ക്യാമ്പയിൻ. അതായത് ഈ ഒത്തിരിയും പോളിസീസും പ്രോഗ്രാംസും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഈ തരത്തിലുള്ള കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നപ്പോഴാണ് അതവർ നമ്മുടെ ഗവൺമെൻറ് ചിന്തിച്ച് തുടങ്ങിയത്. ഈ പോളിസീസും പ്രോഗ്രാംസും കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് ആ തരത്തിലുള്ള കുട്ടികളിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് കൊണ്ടുവന്നു. അപ്പം പേരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രനും നോർമൽ ചിൽഡ്രനെ പോലെ അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു തരത്തിലുള്ള പല അവയർനെസ് ക്ലാസ്സുകളും കൊടുത്ത് അവരെയും ഒരു എന്താ പറയുക എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഈ ക്യാമ്പയിനാണ് അസസബിൾ ഇന്ത്യ ക്യാമ്പയിൻ. അപ്പം അതിനകത്താണ് ടെക്നോളജിക്കലി ഉള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, പിന്നെ ചെറിയ ചെറിയ വൊക്കേഷണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെയും കൊണ്ട് പറ്റുമെന്നുള്ള അവയർനെസ് ക്ലാസ്സസ് കൊടുക്കുക, അതേപോലെ ട്രെയിനിങ് കൊടുക്കുക. ഈ വഴിയെല്ലാം തന്നെ ഒരു എക്സെപ്ഷണൽ ചിൽഡ്രനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ക്യാമ്പയിനാണ് അസസബിൾ ഇന്ത്യ ക്യാമ്പയിൻ. ഇത് ഇത്രയുമായിരുന്നു നമ്മൾ ഗവൺമെൻറ്റൽ ഇനിഷ്യേറ്റീവ്സായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ടത്. ഇനി അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് പോലെ തന്നെ നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള ഓർഗനൈസേഷൻസ്, NGOs പോലെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും തുല്യമായിട്ട് തന്നെ ഈ ഒരു എക്സെപ്ഷണൽ ചിൽഡ്രൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവർ ഒത്തിരി ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ്ങിന് കൊടുക്കുക, അല്ലെ എയ്ഡ്സ് മേടിച്ച് കൊടുക്കുക, സ്പെഷ്യൽ സ്കൂൾസ് തുടങ്ങുക, അങ്ങനെ പല തരത്തിലുള്ള മെൻ്റൽ അസിസ്റ്റൻസ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഇതെല്ലാം തന്നെ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ NGOസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതായത് തുല്യമായിട്ട് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സിന് തുല്യമായിട്ട് തന്നെ നോൺ ഗവൺമെൻറ്റലായിട്ട് നടത്തുന്ന, പ്രൈവറ്റായിട്ട് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് NGOs. അപ്പോൾ ഈ NGOസിൻ്റെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. റിതം സ്പെഷ്യൽ സ്കൂൾ ഫോർ മെൻ്റലി ചലഞ്ച്ഡ് ചിൽഡ്രൻ. അതായത് റിതം ഇത് രാജപാളയം തമിഴ്നാടുവിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 2004. ദെൻ അസോസിയേഷൻ ഫോർ മെൻ്റലി ചലഞ്ച്ഡ് ബംഗളൂരു കർണാടക 1960. ദെൻ ദിയ ഫൗണ്ടേഷൻ. അങ്ങനെ കുറച്ച് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ഇന്ത്യയിൽ പിന്നെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന കുറച്ച് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസാണ് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻസാണ് ഇതൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ കേരളയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു NGO ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് രാസ്ത. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളെ പോലെ തന്നെ നമ്മളൊരു ടീച്ചിങ് പ്രൊഫഷൻ എടുത്തേക്കുവാണല്ലോ. അപ്പം നമ്മളും നമ്മൾ ഇനി വരുന്ന അടുത്ത തലമുറയെ പഠിപ്പിച്ച് വാർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഈ ടീച്ചിങ് B.Edൻ്റെ ക്ലാസ്സസിനൊക്കെ പോയപ്പം തന്നെ കണ്ടതാണ്. ഇപ്പം നമ്മുടെ ഒരു മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ പോലും അവരെ ഒരു ബെഞ്ചിൻ്റെ സൈഡിലേക്ക് മാറ്റിയിരുത്തുമോ, അവർ പഠിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അതിൽ പരം വലിയൊരു പ്രവൃത്തിയല്ലേ ഒരു പുണ്യം എന്ന് പറയുന്നത് ഇല്ല. അപ്പം അവരെ കൂടെ നമ്മുടെ നോർമൽ ചിൽഡ്രൻ്റെ കൂട്ടത്തിൽ കൂട്ടുകയും അവർക്ക് നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ടീച്ചേഴ്സ് അല്ലെ ആ ഒരു പ്രൊഫഷൻ എന്നതിൽ നമ്മൾ ഊന്നി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വില കൊടുക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.